ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്യാമെന്നാണ്. ജി ടി ടി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ടിൽ ട്രിഗർ എന്നാണ്. അതായത് നമുക്കിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണം. പക്ഷേ നമുക്കിപ്പോൾ ചിലപ്പോൾ സമയം കാണില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറകെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരം കാണില്ല. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തെ എന്ത് വെച്ച് കഴിഞ്ഞാൽ ജി ടി ടി ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്ത് തരാൻ പറ്റും. ഒരു ജി ടി ടി ഓർഡറിൻ്റെ വാലിഡിറ്റി പീരീഡ് 1 വർഷമാണ്. ഓക്കെ, ഇത് ഫ്രീ ആണ് ഇത് യൂസ് ചെയ്യാൻ. അതായത് നമുക്ക് ഒരു പ്രൈസ് നമുക്ക് ഓൾറെഡി ഫിക്സ് ചെയ്ത് വയ്ക്കാൻ പറ്റും. എത്ര ക്വാണ്ടിറ്റി നമുക്ക് വിൽക്കണം എന്നുള്ളത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വാങ്ങണമെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ AB ക്യാപിറ്റൽ, അതായത് ആദിത്യ ബിർള ക്യാപിറ്റൽ എടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വ്യൂ ബ്രേക്ക് ഡൗൺ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അതിപ്പോൾ ഞാൻ കൊടുക്കുമ്പോഴത്തേക്ക് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങിയത് ഏത് ഡേറ്റിന്, എത്ര ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട്, എത്ര പ്രൈസിന് വാങ്ങിയിട്ടുണ്ട്, എത്ര ദിവസമായി എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് 12/6/2024 4 ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിയ പ്രൈസ് 235 രൂപ 65 പൈസയ്ക്കാണ് വാങ്ങിയത്. അതായത് 5 ദിവസമായി ഇത് വാങ്ങിയിട്ട്. അപ്പോൾ 17 രൂപ 20 പൈസ എനിക്കൊരു പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ലാസ്റ്റ് ട്രയൽ പ്രൈസ് നോക്കൂ, 239 രൂപ 95 പൈസയ്ക്കാണ് ഞാൻ വാങ്ങിയത്. 235 രൂപ 65 പൈസ. അതിന് 4 ക്വാണ്ടിറ്റി ഞാൻ വാങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് 17 രൂപ 20 പൈസ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ 235 രൂപയ്ക്ക് വാങ്ങിയ സാധനം എനിക്കിപ്പോൾ ഒരു 260 രൂപയാകുമ്പോൾ വിൽക്കണമെന്ന് വെച്ചു. ഉദാഹരണത്തിന് എനിക്ക് വിൽക്കണമെന്ന് വെച്ചു 260-ന്. ഓക്കെ, അപ്പോൾ 4 ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്കിപ്പോൾ 4 ക്വാണ്ടിറ്റി അങ്ങനെ വിൽക്കാനാണ് താല്പര്യം. ഞാനിപ്പോൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ജി ടി ടി ഓപ്ഷൻ എടുക്കും. ഇവിടെ ടൈപ്പ് ഉണ്ട്, ബൈ ആണോ സെല്ലാണോ ആവശ്യമുള്ളത്, ട്രിഗർ ടൈപ്പ് സിംഗിൾ ആണോ OCO വേണമെന്ന്. ഞാൻ ഉപയോഗിക്കുന്നത്, എനിക്കിപ്പോൾ ഇത് വിൽക്കണം, അപ്പോൾ ഞാൻ സെല്ല് തന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ട്രിഗർ ടൈപ്പ് സിംഗിൾ കൊടുത്ത്. ഓക്കെ, മറ്റേ ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 260-നാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ 261 രൂപ ഞാൻ ട്രിഗർ പ്രൈസ് കൊടുക്കും. എപ്പോഴാണോ 261 രൂപ മാർക്കറ്റിൽ ഈ സ്റ്റോക്കിന് വില ആകുന്നത്, ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിൽ ട്രിഗർ ആവും. ഓക്കെ, എന്നിട്ട് എത്ര ക്വാണ്ടിറ്റി വേണം? എനിക്കിപ്പോൾ 4 എണ്ണം വിറ്റാൽ മതി. ഞാൻ 4 കൊടുത്തു. എത്ര രൂപയ്ക്കാണ് എനിക്ക് വിൽക്കേണ്ടത്? എനിക്ക് 260 രൂപയ്ക്ക് വിറ്റാൽ മതി. അതായത് 261 രൂപയോട്ട് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് പോകുമ്പോൾ ഇത് ട്രിഗർ ആവുകയും അത് തിരിച്ച് താഴോട്ട് 260-ലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? എൻ്റെ ക്വാണ്ടിറ്റി 4 എണ്ണം എനിക്ക് വിറ്റ് തരികയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ജി ടി ടിയുടെ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ എന്തായി? ജി ടി ടി ക്രിയേറ്റ് ആയി. ഇത് എവിടെ കാണുക? ഈ ഓർഡേഴ്സ് എടുത്ത് നോക്കുക, അവിടെ ജി ടി ടിയിൽ പോവുക. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്ത ജി ടി ടിയുടെ ഓർഡറിൽ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് ട്രേഡ് പ്രൈസ് 239 രൂപ 96 പൈസ. ഇപ്പോൾ ജി ടി ടിയിൽ ആക്റ്റീവ് ആണ് കാണിക്കുന്നത്. സിംഗിൾ ടൈപ്പ് സെല്ല്, AB ക്യാപിറ്റൽ, ക്വാണ്ടിറ്റി 4. ഇത് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നോക്കൂ, ഇവിടെ മോഡിഫൈ ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ഓപ്ഷനും ഉണ്ട്. മോഡിഫൈയിൽ വേണമെങ്കിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ഇതൊക്കെ മാറ്റാൻ പറ്റും, ക്വാണ്ടിറ്റി മാറ്റാൻ പറ്റും, എന്നിട്ട് മോഡിഫൈ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിൽ ക്വാണ്ടിറ്റി ഞാൻ 4 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ട്രിഗർ പ്രൈസ് 261 രൂപയാണ്. ഏത് ഡേറ്റിന് ക്രിയേറ്റ് ചെയ്തു? ഇതിൻ്റെ എക്സ്പയറി നോക്കൂ, 2025 17/6/2025 അത് എക്സ്പയർ ആവും. അതായത് 1 വർഷം കഴിയുമ്പോഴേ അത് എക്സ്പയർ ആവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ട്രാൻസാക്ഷൻ ടൈപ്പ് സെല്ലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ജി ടി ടി പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് ഒരു സാധനം വാങ്ങണമെന്നുണ്ടോ? ഉദാഹരണം പറഞ്ഞാൽ ജിയോ ഫിനാൻസ് എടുത്തു. എനിക്കിപ്പോൾ ഇതിൽ ക്രിയേറ്റ് ജി ടി ടി കൊടുക്കും. ഇപ്പോൾ 357 രൂപയ്ക്കാണ് ഇപ്പോൾ ലാസ്റ്റ് ഇത് വിറ്റ് പോയിരിക്കുന്നത്. ക്രിയേറ്റ് ജി ടി ടി കൊടുത്തു. ഞാൻ ബൈ ഓപ്ഷനാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, സിംഗിളാണ്. എനിക്ക് ഇപ്പം 357-നാണ് കിടക്കുന്നത്. എനിക്ക് 350-ന്
വാങ്ങണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ ഞാൻ ട്രിഗർ പ്രൈസ് ഉദാഹരണം 349 രൂപ കൊടുത്തു, കുറച്ച് കൊടുത്തു. എപ്പോഴാണോ 349 ആകുന്നത് എന്നിട്ട് പിന്നെ പ്രൈസ് മുകളിലേക്ക് പോകുന്നത് അപ്പോഴും ഞാൻ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ക്വാണ്ടിറ്റി മതി, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. 350 ഇവിടെ കൊടുത്തു. അതായത് ട്രിഗർ പ്രൈസ് 349. എപ്പോഴാണോ താഴേക്ക് പോകുന്നത് പ്രൈസ് 349 എത്തുന്നത് അപ്പോഴത്തെ ട്രിഗർ ആവും. 350 എപ്പോഴാണോ വരുന്നത് അന്ന് തന്നെ ഫ്ലക്ച്വേഷൻ വരുമ്പോഴത്തേക്ക് വരുവാണെങ്കിൽ അത് 350 എനിക്ക് വാങ്ങിത്തരും. വൺസ് ട്രിഗർ ആയിക്കഴിഞ്ഞാൽ പിന്നെ GTT ഓർഡർ പിന്നെ ക്യാൻസൽ ആവും, അത് എക്സിക്യൂട്ട് ആയില്ലെങ്കിൽ. പിന്നെ രണ്ടാമത് പ്ലേസ് ചെയ്യണം നമ്മൾ. 1 ഇയർ വാലിഡിറ്റി നോർമൽ രീതിയിൽ ഉണ്ട് ഇതിന്. ഓക്കെ, എന്നിട്ട് ഇപ്പം ഈ ക്വാണ്ടിറ്റി 1 മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുത്തിട്ട് ക്രിയേറ്റ് GTT കൊടുക്കുക. അപ്പോൾ ഓർഡറിനകത്ത് GTTക്കകത്ത് ജിയോ ഫിനാൻസ് കാണിക്കുന്നുണ്ടോ, ബൈ ഓർഡറാണ്. ഓക്കെ, 349 ട്രിഗർ ആവും. 349 ട്രിഗർ ആവും. പ്രൈസ് നോക്കും 350 ഇതിന് പ്രൈസ് ഒരു ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് സെറോദയിൽ GTT പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്